കുളിപ്പിക്കാൻ എടുക്കുകയല്ലയോ? അതാ എടുക്കുകയാണ്. നമ്മുടെ റൂമിന്റെ ഇടുങ്ങിയ റൂമ് നാം വീട് പണിയുമ്പോ മയ്യിത്ത് കുളിപ്പിക്കാനുള്ള ഒരു റൂമിന്റെ സൗകര്യം ശ്രദ്ധിക്കാറുണ്ടല്ലോ. ആ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ കട്ടിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. താങ്ങി എടുക്കുമ്പോ എന്റെ മക്കളും കൂടെയുണ്ട്, ജ്യേഷ്ഠന്മാര് കൂടെയുണ്ട്, കുടുംബക്കാര് പലരുമുണ്ട്. ഞാനിങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. ഇന്നലെ എന്റെ വീടിന്റെ മൂലയിലുള്ള ഷവറിൽ നിന്ന് സ്വന്തമായി ഞാനിങ്ങനെ കുളിച്ചതാണ്. ഹീറ്റ് വാട്ടർ വേണമെങ്കിൽ പ്രത്യേകമായ സ്വിച്ച് ഉണ്ടായിരുന്നു, കൂൾ വാട്ടർ വേണമെങ്കിൽ അതിനും പ്രത്യേകമായ സ്വിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു കപ്പ് വെള്ളം സ്വന്തമായി ഒഴിക്കാൻ കഴിയാതെ ഞാനതാ ഇങ്ങനെ കിടക്കുമ്പോഴാണ് എന്റെ മക്കളെന്നെ താങ്ങിയെടുക്കുകയാണ്. ഖബറിലെ അതാ കുളിപ്പുറയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞാനിങ്ങനെ പറയുകയാണ്, മക്കളെ ബാപ്പാനെ ഒന്ന് മെല്ലെ എടുക്കണോ. ഒരുപാട് സദസ്സുകളിൽ പ്രഭാഷണത്തിന് പോയി രാത്രി മടങ്ങി വരുമ്പോ എന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ കാലുകൾക്ക് വേദനയുണ്ടായി എന്ന് പറഞ്ഞപ്പോ എന്റെ രണ്ട് കാലുകളിലും ഇരുന്ന് രണ്ടുപേരും തിരുത്തി തന്നില്ലയോ, തടവി തന്നില്ലയോ? എന്നാൽ ഇന്ന് എനിക്ക് ശരീരം മുഴുവനും വേദനയാണ് മക്കളെ. പക്ഷെ ഒന്ന് തടവിത്തരണമെന്ന് പറയാൻ പൊന്നിപ്പാന്റെ നാവ് കൊണ്ടുന്നില്ല മക്കളെ. അതാ വന്നിങ്ങനെ കിടക്കുകയാണ്. എല്ലാവരും പിന്നിലായി പുറത്തായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മയ്യിത്ത് കുളിപ്പിക്കുകയാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, അവസാനം കുളിപ്പിച്ചു ഒളിപ്പിച്ച് ഒരു ഇസാറോ കമീസോ ധരിപ്പിച്ച് എന്നെ അതാ വീടിന്റെ മുൻവശത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയൊരു പായില് അതാ 3 കഫൻ കൂടെ വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അങ്ങ് പൊതിയുകയാണ്. എന്റെ കണ്ണിലും മൂക്കിലും നെറ്റിത്തടത്തിലും അതാ സുഗന്ധം ഉപയോഗപ്പെടുത്തിയ കർപ്പൂരവുമൊക്കെ ഉപയോഗപ്പെടുത്തിയ പഞ്ഞി ഇങ്ങനെ വെക്കുകയാണ്. 5 അണക്കല്ല് പൊടിച്ചിട്ട പഞ്ഞി ഇങ്ങനെ വെക്കുകയാണ്. അവസാനമായി എന്റെ മുഖം മാത്രമേ ഇനി മൂടാറുള്ളൂ. ആ സമയത്താണ് അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. നമ്മുടെ നാട്ടിനടപ്പ് പറയാം. ജീവിതകാലത്ത് അന്യൊരു പുരുഷന് അന്യൊരു പെണ്ണിനെ കാണല് ഹറാമായതുപോലെ അവര് മരിച്ചാൽ അവരുടെ ജനാസ കാണലും ഹറാമാണ് കേട്ടോ. ഇതാണ് ഇസ്ലാമിക നിയമം. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ നടപ്പ് അതാണ് എന്ന് നമുക്ക് പരസ്പരം ഇവിടെ പറയാം. പക്ഷെ ഖബറിൽ രക്ഷപ്പെടൂല കേട്ടോ. സാന്ദർഭികപ്പെടുത്തിയതാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് പലരും ഒന്ന് കണ്ടുപോയി. അവസാനം എന്റെ പൊന്നുമക്കളാണ്. ഖാലിദ് ഉവൈസിക്ക് 3 മക്കളുണ്ട്. നമുക്ക് പലർക്കും പല രീതിയിൽ മക്കളുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ്. കണ്ടു കൊതിനീരാത്ത പൊന്നുപ്പയാണ്. അവസാനമായി യാത്ര പറയുകയാണ്. ഉപ്പാടെ ഒന്ന് കാണാൻ അതാ 1-2 ആളുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടുവരുമ്പോ നാട്ടിലെ ഒരു കാരണവൻ ആ കുട്ടിയെ തടഞ്ഞിട്ട് പറയുന്നു, കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകരുത്, കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴാണ് ആ കാരണവര് പറയുന്നത്, ആ വാപ്പാന്റെ മുഖത്ത് കണ്ടില്ലേ 5 അണക്കല്ലിന്റെ പൊടി, മൂക്കിൽ പഞ്ഞിയല്ലേ. വാപ്പാനെ കണ്ട് കുട്ടി പേടിച്ചു പോയാലോ, കുട്ടി പേടിച്ചു പോയാലോ. അതാ കുഞ്ഞിനെ തടയുകയാണ്. എന്റെ പൊന്നുമക്കള്, കഴിഞ്ഞ ദിവസവും രാത്രിയും എനിക്ക് ഉപ്പാന്റെ ചാരത്ത് കിടക്കണം, ഉപ്പാന്റെ കയ്യിൽ എനിക്ക് തലവെച്ച് കിടക്കണം എന്ന് പറഞ്ഞ് എന്റെ ശരീരത്തോടൊട്ടിച്ചേർന്ന് കിടന്ന ഞാനിന്ന് വീട്ടിൽ നിന്ന് ഈ സദസ്സിലേക്ക് വരുമ്പോഴും എന്റെ കവിൾത്തടങ്ങളിൽ ചുംബനം നൽകി പോയി വരൂ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് മറക്കിയേച്ച എന്റെ പൊന്നുമക്കളുണ്ടല്ലോ. ഞാനങ്ങ് മരിച്ച എന്നെ കുളിപ്പിച്ച് കഫംകുടയിലേക്ക് പൊതിയാൻ തുടങ്ങിയ എന്റെ പൊന്നുമക്കളെ പിന്നെ എന്റെ മുഖം കാണിക്കുന്നില്ലല്ലോ. എന്റെ
പ്രിയപ്പെട്ടവരെ, അവസാനമായി ആ മുഖവും മൂടി അതാ തലയുടെ ഭാഗവും കെട്ടി ഉസ്താദ് യാസീൻ ഓതി ദുആ ചെയ്ത് അതാ പഞ്ചലിലേക്ക് എടുത്തു വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാണ്, പള്ളിയിലേക്ക് നടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കൽവിൽ കടന്നു വരേണ്ട ഒരു ചിത്രമുണ്ട്. ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മുടെ വീടിന്റെ പൂമുഖമെന്ന് ഓർമ്മ വരട്ടെ, മുറ്റമെന്ന് ഓർമ്മ വരട്ടെ, റോഡിലേക്ക് ഇറങ്ങുന്ന ഇടവഴി നമ്മുടെ കൽവിലൊന്ന് തെളിഞ്ഞു വരട്ടെ. ആ ഇടവഴിയുണ്ടല്ലോ, ഇന്നലെ ഞാൻ നടന്നുപോയത് അതിലെയാണ്, ഓടി നടന്നത് അതിലെയാണ്. പക്ഷേ എന്റെ കാറ് ഷെഡിലുണ്ടല്ലോ, എന്റെ ബൈക്ക് ഷെഡിലുണ്ടല്ലോ, അത് പോർച്ചിലിപ്പോൾ വിശ്രമിക്കുകയാണല്ലോ. എന്റെ കാലെനിക്ക് ഫലപ്പെടുന്നില്ല. ടയറില്ലാത്ത പള്ളിയിൽ നിന്ന് അതേ ഏറ്റവും പാവപ്പെട്ടവനെ കൊണ്ടുപോയ, ഏറ്റവും സമ്പന്നനെ കൊണ്ടുപോയ, അധികാരം നോക്കാതെ ധനാഢ്യനെന്നോ നോക്കാതെ സമ്പത്തമോ സന്താനങ്ങളോ പ്രൗഢിയോ പ്രഭാതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും കൊണ്ടുപോകുന്ന പള്ളിയിലുള്ള ആ പൊതുമുതലായ വാഹനമുണ്ടല്ലോ, അതിലേക്ക് എന്നെ എടുത്തു വച്ചല്ലോ. അതാ പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാണ്, ഇടവഴിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് പിന്നീന്നൊരു വിളി, ഖാലിദേ. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന, എനിക്ക് തിരിഞ്ഞു നോക്കണമെന്നുണ്ട്, ആരാണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണമെന്നുണ്ട്. പക്ഷേ അനങ്ങാൻ കഴിയുന്നില്ലല്ലോ. ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്, എന്റെ ഉപ്പാന്റെ ശബ്ദമാണ്, ഉമ്മാന്റെ ശബ്ദമാണ്. ഖാലിദേ, നീ പോകുന്നോ മോനെ? ഇത്ര ചെറുപ്പത്തിലെ ഞങ്ങളെ മാതാപിതാക്കളെ ഒഴിവാക്കി, കുടുംബങ്ങളെ ഒഴിവാക്കി യാത്രയാകുന്നോ ഖാലിദേ? അവരുടെ കരച്ചിൽ തീരുമ്പോഴേക്ക് അതാ 3 കുരുന്നു മക്കളുടെ കരച്ചിലാണ്. അബീ അബീ, ഉപ്പാ. ഇനി ഞങ്ങൾ ഏതോ അനാഥാലയത്തിന് അനാഥ കുട്ടികളാകാൻ പോകുന്നല്ലോ ഉപ്പാ. ഏതോ അനാഥാലയത്തിലേക്കുള്ള മക്കളാക്കി മാറ്റിയിട്ട് ഞങ്ങളെ വിട്ടു പോകുമ്പോ ഉപ്പാ. ഇനി ഞങ്ങൾ ആരോട് കുശലം പറയാനാണ്? ഞങ്ങളിനി ആരോട് സങ്കടം പറയാനാണ്? ഇനി ഞങ്ങളിനി ആരോട് തമാശ പറയാനാണ്? ഏത് കൂട്ടുകാരും ഞങ്ങളെ കൈവിടിയുമ്പോ, നാട്ടുകാര് തള്ളിവിടുമ്പോ ഉപ്പാ, അന്ന് ഞങ്ങളെ വിട്ടു പോകുമ്പോ അവിടെ നിന്നുകൊണ്ട് കരയുകയാണ്. ആ സമയത്താണ് 2-3 സ്ത്രീകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അതാ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് എന്റെ വീടിന്റെ വാതിക്കലേക്ക് നടന്നു വരികയാണ്. അവിടെ നിന്നുകൊണ്ട് പുറത്തേക്ക് ചുമന്നുകൊണ്ട് പോകുന്ന മയ്യത്ത് കെട്ടിൽ കിടക്കുന്ന ജനാസയിലേക്ക് നോക്കിയിട്ട് ഇക്കാ പോകുമ്പോ ഇക്കാ 1000 ആശകളെ കൊണ്ട് അമ്മാനമാറണമെന്ന ആശയുണ്ടായിരുന്നു. പക്ഷേ ജീവിച്ചു കൊതിരുന്നതിന്റെ മുന്നേ ഈ ചെറിയ 3 മക്കളെയും അനാഥരായി എന്റെ കൈകളിൽ ഏൽപ്പിച്ച്, ഈ വയസ്സരായ മാതാപിതാക്കളെയും എന്നെ ഏൽപ്പിച്ച് നേരത്തെ യാത്രയാകുന്നോ ഇക്കാ? ചെറുപ്പക്കാരിയായ എന്റെ പെണ്ണിന്റെ കരച്ചിലാണ്.